ഇനി നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകവും കുറച്ച് കുരുമുളക് ഇട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കുക്കറിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് 2-3 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ അതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.